കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ടതും ഒരുപക്ഷെ ആ ഇടതുപക്ഷ സർക്കാർ താഴത്തിറങ്ങാൻ കാരണമായതും ആശമാരുടെ സമരമാണ്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ പല ജില്ലാ കമ്മിറ്റികളും നേതൃത്വത്തിനെതിരെ വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആ സമരപ്പന്തലിൽ ആശമാർ നടത്തിയ സമരപ്പന്തലിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ എത്തിയിട്ട് ആശമാർക്ക് നൽകിയ ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. ഞങ്ങൾ ഇനി അധികാരത്തിലെത്തുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കുമെന്ന്. ഇന്ന് ആദ്യ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ തന്നെ ആശമാരെ പരിഗണിച്ചിരിക്കുന്നു വി.ഡി. സതീശൻ സർക്കാർ എന്നുള്ളതാണ്. മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനമെടുക്കുന്നു ആശമാരുടെ ഓണറേറിയം 3000 രൂപ കൂടി വർദ്ധിപ്പിക്കാൻ. ആ പ്രഖ്യാപനം നടത്തിയത് വാർത്താ സമ്മേളനത്തിലാണ്. ആ പ്രഖ്യാപനത്തിലേക്ക് ഞാൻ തന്നെ ആശാ വർക്കർമാരുടെ പന്തലിൽ പോയി സമരം അവസാനിപ്പിക്കുന്നതിന് മുമ്പും സമരം അവസാനിപ്പിച്ച ദിവസം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങളുടെ സഹായങ്ങൾ പ്രഖ്യാപിച്ചു തുടങ്ങും. എല്ലാം അവരാവശ്യപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യണമെന്ന് നമുക്കുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമല്ലോ, നമ്മളൊരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. എങ്കിലും ആദ്യഘട്ടത്തിലായി അവർക്ക് 3000 രൂപയുടെ വർധനവ് പ്രഖ്യാപിക്കുകയാണ് ആദ്യത്തെ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും പാലിക്കും. ആദ്യഘട്ടത്തിലാണ് 3000 രൂപ വർദ്ധിപ്പിക്കുന്നത്. സഫാൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. സഫാൻ, നോക്കൂ, വാക്ക് പാലിക്കണം, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്, വാക്കിനാണല്ലോ വില, വാക്കിന് വില വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ആ സമരത്തിലേക്ക് പോയാൽ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ നൽകിയ വാക്ക്, ആ വാക്ക് ആദ്യ ക്യാബിനറ്റിൽ തന്നെ പരിഗണിക്കുമെന്ന് പറയുന്നു, പരിഗണിച്ചിരിക്കുന്നു. അതിൽ വലിയ സന്തോഷവും പ്രകടിപ്പിക്കുന്നുണ്ട് ആശാപ്രവർത്തകർ. വിനിഷ, പ്രതിദിനം 700 രൂപ വേതനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് 266 ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാർ സമരം നടത്തിയത്. ആദ്യം SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കീഴിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് ഈ സമരത്തിന് ആദ്യം നേതൃത്വം നൽകിയത്. പിന്നെ CPM-ഉം സർക്കാരും അടക്കം ഈ സമരത്തിനെതിരെ രംഗത്തെത്തിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ പ്രതിപക്ഷം UDF നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ സമരത്തിന് പിന്തുണയായി വരികയും പ്രതിപക്ഷ നേതാവ് അടക്കം ഈ സമരപ്പന്തലിലെത്തി ആശമാർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും UDF സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ ആശമാരുടെ കാര്യം ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പരിഗണിക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നത്. 21,000 രൂപ പ്രതിമാസ വേതനവും വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപയാക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഏകദേശം ഒരു വർഷത്തോളം 266 ദിവസം ഈ ആശാ വർക്കർമാർ സമരം ചെയ്തിരുന്നത്. ഈ 21,000 രൂപ വർദ്ധിപ്പിക്കുമെന്ന കാര്യം പോലും പ്രതിപക്ഷ നേതാവ് ആയിരുന്ന വി.ഡി. സതീശൻ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ ആശമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഏതായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. അത് 3000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണ്. അതായത് 21,000 എന്ന് പറയുന്നവരുടെ ആവശ്യത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. 12,000 രൂപയാണ് നിലവിൽ ആശമാരുടെ ഓണറേറിയമായിട്ട് സർക്കാർ കൊടുക്കുന്നത്. 9,000 രൂപയായിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു. അപ്പോൾ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് 2 ഘട്ടം ആയി ഓണറേറിയം വർദ്ധിപ്പിച്ചു. ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ആശമാർക്ക് ലഭിക്കുന്നത് 9,000 രൂപയാണ്. അതിൽ 3000 രൂപ കൂടെ വർധനവ് കൂടെ വരുന്നുണ്ടായിരുന്നു. 2025-ലാണ് ആ സമരം ആരംഭിക്കുന്നത്. അന്ന് ആവശ്യമേറെ ഉണ്ടായിരുന്നു ആശാപ്രവർത്തകർക്ക്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആശാപ്രവർത്തകർ പകൽ സമരം തുടങ്ങുമ്പോൾ നിരവധിയായ ആവശ്യങ്ങൾ അവരുടെ മുൻപിലുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തീരുമാനമാകും എന്നായിരുന്നു ചിന്തകൾ. പക്ഷേ കാര്യങ്ങൾ അവിടെയൊന്നും നിൽക്കുന്നില്ല. കോവിഡ് കാലത്ത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നേരിട്ട് പ്രവർത്തിച്ച ആശമാരുടെ സങ്കടങ്ങളോട്, അനുകമ്പയോട്, സമൂഹത്തോട് ഒരു പ്രതികരണം ആ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ചില ഭാഗത്തുനിന്ന് ചില എതിർപ്പുകൾ വരുന്നു. ചിലർ ആ സമരത്തെ തള്ളുന്നു. ന്യായമായെന്ന പൊതുവികാരം വരുന്നു. അപ്പോൾ 2 തട്ടിലായിരുന്നു ആശമാരുടെ സമരത്തെ കേരളത്തിന്റെ സമൂഹം നോക്കിക്കണ്ടത്. ഓണറേറിയം 21,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, എല്ലാ മാസവും 5-ാം തീയതി
തീയതിക്കുള്ളിൽ ആ ഓണറേറിയം നൽകുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നിവയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഒപ്പം വിരമിക്കുന്നവർക്ക് പെൻഷൻ അനുവദിക്കുക എന്നുള്ള ആവശ്യങ്ങൾ കൂടി ആശാപ്രവർത്തകർ അന്നത്തെ ആ സമരത്തിൽ ഉയർത്തിയിരുന്നു. പ്രതിദിന മിനിമം വേതനം 700 രൂപയായി ഉയർത്തുമെന്ന 2021 LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കണമെന്നായിരുന്നു അന്ന് ആ സമരത്തിലൂടെ ആശാ വർക്കർമാർ ആവശ്യപ്പെട്ടത്. മാത്രമല്ല, ആശാപ്രവർത്തകർ സമരം ആരംഭിക്കുമ്പോൾ ഓണറേറിയം നവംബർ മുതൽ 3 മാസവും 4 മാസത്തെ ഇൻസെന്റീവും സംസ്ഥാന സർക്കാർ കുടിശ്ശിക വരുത്തിയിരുന്നു. അപ്പോൾ ആ സമരത്തിനൊടുവിൽ എന്താണ് സംഭവിച്ചതെന്ന് കൂടെ നോക്കേണ്ടതുണ്ട്. LDF സർക്കാർ നേരിട്ട ഏറ്റവും ശക്തമായ സ്ത്രീ സമരമായിരുന്നു ആശമാരുടേത്. ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ നിരവധി രാവുകളും പകലുകളുമാണ് കടന്നുപോയത്. 266 ദിവസങ്ങളാണ് ആ സമരങ്ങൾ നീണ്ടത്. അവകാശങ്ങൾ നേടാതെ പിന്നോട്ടില്ല എന്ന മുദ്രാവാക്യങ്ങളുമായി അവർ കളന്നെടുക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതി, അതായത് അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റീസ് എന്നതിന്റെ ചുരുക്കരൂപമാണ് ആശ. അതിനാൽ തന്നെ വേതനത്തിലെ പ്രധാന പങ്കായ ഓണറേറിയം സംസ്ഥാന സർക്കാരും ഇൻസെന്റീവ് കേന്ദ്ര സർക്കാരുമാണ് നൽകുന്നത്. 226 ദിവസം ആ സമരം നീണ്ടു. ചിലർ തള്ളിപ്പറയുന്നു, ചിലർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. സമരങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ നവംബർ 1 മുതലാണ് 1000 രൂപ ഓണറേറിയം സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിക്കുന്നത്. അത് 7000 രൂപയിൽ നിന്ന് 8000 രൂപയാക്കി മാറുന്നു. രണ്ടാം ഘട്ടമായി 1000 രൂപ കൂടെ വർദ്ധിപ്പിച്ചാണ് LDF സർക്കാർ അധികാരത്തിൽ നിന്നിറങ്ങുന്നത്. നവംബർ 1 മുതൽ ഓണറേറിയം 8000 രൂപയാക്കി. അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് 26,125 ആശാ വർക്കർമാർക്ക്. അപ്പോൾ ഈ 26,125 ആശാ വർക്കർമാർക്ക് നിലവിൽ ലഭിക്കുന്ന തുക എന്ന് പറയുന്നത് 9,000 രൂപയാണ്. അന്നത്തെ ആ പ്രഖ്യാപനത്തിൽ കുടിശ്ശിക മുഴുവൻ നൽകുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. ഓണറേറിയം ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ജനാധിപത്യ വിരുദ്ധമായ 10 മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ടായിരുന്നു അന്നത്തെ ആ ഒരു മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം വരുന്നത്. അതായത് ആശമാരുടെ ജോലിഭാരം കുറയ്ക്കുന്നു, വേതനമില്ലാത്ത ആശുപത്രി ഡ്യൂട്ടി, ആർദ്രം ഡ്യൂട്ടി എന്നിവയിൽ നിന്ന് ആശമാരെ ഒഴിവാക്കുന്നു, വർഷങ്ങളായി കൊടുക്കാതിരുന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 1000 രൂപയുടെ പ്രതിമാസ തീം ബേസ്ഡ് ഇൻസെന്റീവ് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നൽകിപ്പിക്കാനുമാകുന്നു. അതൊക്കെ ആ ഒരു സമരത്തിന്റെ ഏറ്റവും ഒടുവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സമരം തുടങ്ങി 38 ദിവസത്തിന് ശേഷം സർക്കാർ ഒരു സമിതിയെ നിയോഗിക്കുന്നു. ആ സമിതി സേവന കാലാവധി കണക്കാക്കി ചെറിയൊരു വർധനവ് സർക്കാർ നിയോഗിച്ച സമിതി ശുപാർശ ചെയ്യുന്നു. 10 വർഷം പൂർത്തിയാക്കിയ ആശമാർക്ക് 1500 രൂപയും പൂർത്തിയാക്കാത്ത ആശമാർക്ക് 1000 രൂപയും വർദ്ധിപ്പിക്കാനായിരുന്നു അന്നത്തെ ആ ഒരു ശുപാർശ. ഓണറേറിയം മറ്റു ആനുകൂല്യവും മാസാമാസം 10-ാം തീയതിക്കുള്ളിൽ ലഭ്യമാക്കണമെന്നും ആ ശുപാർശയിൽ പറയുന്നുണ്ടായിരുന്നു. വിഷയം വലിയ രീതിയിൽ ചർച്ചയാകുന്നു, കേന്ദ്ര സർക്കാരിന്റെ തലത്തിലേക്ക് എത്തുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ നൽകേണ്ട ഇൻസെന്റീവ് 1000-ൽ നിന്ന് 3500 രൂപയാക്കി ഉയർത്തുന്ന ഒരു നടപടിയിലേക്ക് ഇവരുടെ ഒരു സമരത്തിന്റെ സമ്മർദ്ദം മൂലം കേന്ദ്ര സർക്കാരിന് കടക്കേണ്ടി വരുന്നു. നിരാശ വേണ്ട, ഇക്കാര്യത്തിൽ 3000 രൂപയെ വർദ്ധിപ്പിച്ചു എന്നുള്ളത് അത് അവസാനമല്ല. രണ്ടും വിവിധ ഘട്ടങ്ങളാക്കി ഈ 3000 രൂപ വർദ്ധിപ്പിക്കുമെന്നാണ് ഇന്ന് VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത് ആദ്യഘട്ടം എന്ന നിലയ്ക്കാണ് 3000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി പഠിച്ചു വരുന്നതേയുള്ളൂ. അപ്പോൾ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കിയിട്ടാകും അടുത്ത ഘട്ടത്തിലുള്ള വർധന. അതിനോടൊപ്പം തന്നെ വിരമിക്കൽ ആനുകൂല്യവും അതിനുശേഷമുണ്ടാകും. ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടത് കോടികളാണ്. 1000 രൂപ വർദ്ധിപ്പിച്ചപ്പോൾ തന്നെ അന്നത്തെ LDF സർക്കാർ പറഞ്ഞിരുന്നു ഏകദേശം കോടികളുടെ ബാധ്യത ഖജനാവിന് ഉണ്ടാകുമെന്ന്. അപ്പോൾ 3000 കോടി രൂപ കൂടി വർദ്ധിപ്പിക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് VD സതീശൻ സർക്കാർ മറികടക്കാൻ പോകുന്നത് എന്ന് കൂടി അറിയേണ്ടതുണ്ട്.